ഹീറോയിൻ ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. ഹീറോയിൻ ചെരുപ്പെല്ലാം വാങ്ങി തിരിച്ച് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഹസ്ബൻഡിനെ എവിടെയും കാണുന്നില്ല. ഈ ഹീറോയിൻ്റെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പാവം നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് തിരിച്ച് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോവാണ്. എന്നിട്ട് നേരെ അവിടുത്തെ വാഷ്റൂമിൽ കയറി ഒളിച്ചിരിക്കും. ഇവക്ക് പോകാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കഴിയാനായിട്ട് തീരുമാനിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് അടച്ചു കഴിയുമ്പോഴേക്കും പുറത്തേക്ക് വന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കുകയും ബുക്ക് വായിക്കുകയും കുറച്ചേരം എക്സസൈസ് ഒക്കെ ചെയ്യുകയും ചെയ്യും. അവൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു പെണ്ണ് ലിഫ്റ്റ് കൊടുക്കാണ്. ആ പെണ്ണ് ഇവനും കൂടി ഒന്നും രണ്ടും വണ്ടിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടിനും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണ് പോലീസ് അന്വേഷിച്ചു നടക്കുന്ന ഒരു പ്രതിയാണ്. ആ പെണ്ണിന്റെ കൂടെ ഇവനും കണ്ടതുകൊണ്ട് തന്നെ ഇവനും കള്ളനാന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഹീറോയിൻ ആണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ആരും കാണാണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകും. നമ്മുടെ ഹീറോയിൻ ഭയങ്കര അഭിമാനി ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾ പറ്റി അതിന്റെ പൈസ എത്രയാന്നുള്ളതൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കും. എന്നേലും ആ പൈസയൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട്. ഹീറോയിൻ ആണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ വായിച്ച് ഹീറോയിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോകും. ഒരു ദിവസം രാത്രി ഹീറോയിന് പെട്ടെന്ന് പ്രസവവേദന വരികയാണ്. പാവം വേദന സഹിക്കാൻ പറ്റാണ്ട് ബോധം പോകുന്നു. അങ്ങനെ ഹീറോയിന് ബോധം വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഹീറോയിന്റെ ഫ്രണ്ടാണ് ഇവിടെ രക്ഷിക്കുന്നത്. ഹീറോയിൻ ഇന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി പോകുന്ന ഇവൻ കാണാറുണ്ട്.